വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ, ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇവനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ താരം. ഇതാണ് എരിന്ത്. ഇതാണ് നമ്മൾ കക്ക ഇറച്ചിക്ക് വാങ്ങൂലേ, അതിൻ്റെ തൊണ്ടോട് കൂടിയുള്ള സാധനമാണ് കേട്ടോ ഈ എരിന്ത്. അപ്പോൾ ഞാൻ ഇവനെ കണ്ടിട്ടുള്ളത് ഈ മലപ്പുറത്ത് വന്നതിന് ശേഷം എരിന്ത് എന്ന് അതിൽ വിളിച്ചിരുന്നതിന് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് എരിന്ത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഞാൻ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. 2-3 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നല്ല ചുമന്നുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഞാനൊരു 4 മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് അടുപ്പിലൊരു നാടൻ സ്റ്റൈലിൽ നമുക്ക് വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നമ്മൾ ആ മൺചട്ടിയിലെടുത്ത് എരിന്തിലിട്ട് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് തിളയൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഈ ഓരോ എരിന്തുകളും ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടി വരും. പൊട്ടാത്തതും ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ ചെമ്മീൻ്റെയും ഞണ്ടിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 3-4 വട്ടം ഇവിടെ വന്നതിന് ശേഷം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കും ഭയങ്കര രസമായിരുന്നു. ആദ്യം ഓരോരുത്തർ ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടേ ഓരോരുത്തർ പറയും കഞ്ഞിവെള്ളത്തിൽ വെക്കുക, വെള്ളം ഒഴിച്ച് വെക്കുക. ആദ്യം 2-3 വട്ടം നല്ലതായിട്ട് ഫ്ലോപ്പായതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കാൻ പഠിച്ചത്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ. ഈ കറി മാത്രം മതി ചോറുണ്ടാകും. നല്ല കുത്തരി ചോറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ മക്കളൊക്കെ വീട്ടിലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. എൻ്റെ ചെറുതൊക്കെ ഇങ്ങനെ എനിക്ക് പിന്നെ ഒരു പേടി തന്നെ തൊണ്ടയിൽ പോകുന്നു. അങ്ങനെ തൊണ്ടയിലൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുപ്പത്തേക്ക് വെക്കാൻ പോവാണേ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പത്തനംതിട്ട അങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ എനിക്ക് മലപ്പുറം പത്തനംതിട്ട അറിയുള്ളൂ. അപ്പോൾ പത്തനംതിട്ട അങ്ങോട്ടൊക്കെയുള്ള സൈഡിലോട്ടുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. ഈ ഇരുന്തോ എന്താ. അപ്പോൾ ഞാൻ അമ്മേനെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ അമ്മ ചോദിക്കും ഇതെന്താ തൊണ്ടോട് ഇങ്ങനെ തിന്നുന്നത്, ഈ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പോവാണോ എന്നൊക്കെ. പക്ഷേ എന്തായാലും ഒരു വട്ടമെങ്കിലും തിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ കക്കായുടെ ടേസ്റ്റ് ചെയ്യാല്ല കേട്ടോ. ഈ തൊണ്ടോട് വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ അടുപ്പത്തോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ് നമുക്ക് അടുപ്പത്ത് നാടൻ സ്റ്റൈലിൽ തന്നെ ആവോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ ഞാൻ വേഗം സമയം കൊണ്ട് അത് വേകുന്ന സമയത്ത് ഗ്യാസിൽ വറുത്തെടുത്ത് കേട്ടോ. തേങ്ങ വറുക്കുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വറുത്തത്. ഇപ്പം നല്ല മൂത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത് വരുമ്പോൾ ഞാനത് എടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാനുണ്ട് കേട്ടോ. വറുത്ത തേങ്ങ ഒന്ന് ചൂടാറി വന്നപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് നല്ല പട്ടുപോലെ അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കട്ടെ. അതൊക്കെ അരച്ചെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല തിള വന്നതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഇരുന്തെല്ലാം ഓരോന്നും പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാമേ. ഇവിടെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി മണം അങ്ങോട്ട് പരക്കം കേട്ടോ. ഇത് തിളച്ചതൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് തന്നെ അടിപൊളി മണമാണ്. വീട് മൊത്തം നല്ലൊരു മണമായിരുന്നു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് വറുത്തരച്ചും കൂടെ ചേർത്തപ്പോൾ എൻ്റെ പൊന്ന് സാറേ ഒന്നും പറയണ്ട. അപ്പോൾ ആ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ കുട്ടികളിവിടെ ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കടുവും കൂടെ വറുത്ത് താളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അടിപൊളി കറിയായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെ തന്നെ ആവും ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്ത് കിട്ടുന്നവരൊക്കെ. ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.